ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുശീലാമ്മ സൂര്യയോട് പറയുന്നുണ്ട്, എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തുമെന്ന്. അങ്ങനെ എന്തോ വേണു സാറിനെ ശേഖരൻ വെല്ലുവിളിച്ചു. എന്നാ നിനക്കിനി ആയുസ് ഉണ്ടാവില്ല, വണ്ടി കയറ്റി കൊല്ലുമെന്ന് വേണു സാർ പറഞ്ഞു എന്നാ എന്നോട് പറഞ്ഞത്. സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല. ഏതു നിമിഷം വേണേലും ഞാൻ മരണപ്പെടുമെന്നും നീ സൂക്ഷിച്ചോളാനും ശേഖരൻ എന്നോട് പറഞ്ഞു. പേടിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും അന്വേഷിക്കാൻ പോയില്ല. ഇപ്പം വേണു സാറ് നിന്നോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നറിഞ്ഞപ്പോൾ ശേഖരൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു തെളിവും ഇല്ലാതെ ആക്കാൻ വേണ്ടി വേണു സാറ് ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഞെട്ടലോടെയാണ് സൂര്യ കേട്ടു നിന്നത്. മറുപടി ഒന്നും പറയാതെ അന്നേരം തന്നെ സൂര്യ അവിടുന്ന് പോകും. കാരണം ഈ ശേഖരൻ എന്ന് പറയുന്ന ആള് സൂര്യയുടെ അച്ഛനാണ്. വേണു ഓഫീസിലിരുന്ന് കണക്ക് നോക്കുകയാണ്. അന്നേരം 50,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അക്കൗണ്ട്സിലിരിക്കുന്ന ഷേർലിയെ വിളിച്ച് കാര്യം തിരക്കും. ഷേർലി പറയുന്നുണ്ട്, അത് നന്ദൻ സാർ വന്ന് കൊണ്ടുപോയതാ, അത്യാവശ്യം ആണെന്നും പറഞ്ഞ് വേഗം വന്ന് കൊണ്ടുപോകായിരുന്നു. വേണു സാറിനോട് പറഞ്ഞേക്കാന്നാ പറഞ്ഞത്, സാറിനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. വേണു പറയും, ഇല്ല പറഞ്ഞില്ല, എന്നാൽ കുഴപ്പമില്ല, ഷേർലി പൊക്കോളാൻ പറയും. ഷേർലി പോയി കഴിയുമ്പോഴത്തേക്കും വേണു ചിന്തിക്കുന്നുണ്ട്, നന്ദൻ എന്തായിരിക്കും പറയാതെ വന്ന് ഇത്ര രൂപ എടുത്തുകൊണ്ട് പോയെന്ന്. നന്ദൻ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോൾ യാമിനി വന്ന് പറയും, നന്ദൂസെ എന്താണേലും ഓഫീസിൽ നിന്ന് കാശ് എടുത്തു എന്നുള്ള പേരാവും. എന്നാ പിന്നെ എടുത്തപ്പം 50,000 മാത്രമായിട്ട് എന്തിനാ എടുത്തത്? ഒരു 1,00,000 എടുത്തുകൂടായിരുന്നോ? നന്ദൻ പറയും, ക്യാഷ് ആയിട്ട് ഇത്രയൊക്കെ അവിടെ വരത്തുള്ളൂ, ബാക്കിയെല്ലാം ബാങ്കിൽ കൂടെയുള്ള ട്രാൻസാക്ഷൻസ് അല്ലേ. മാത്രമല്ല ഇത്രയും കൂടുതൽ കാശ് ഒന്നിച്ചെടുക്കുന്നത് ഇതാദ്യവാ. ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് 5,000 അതും കൃത്യമായി വൗച്ചർ എഴുതി വെച്ച് ഷേർലിയോട് ചോദിച്ചിട്ട്. പക്ഷെ ഇതിപ്പം അങ്ങനെയല്ലല്ലോ. ആരെ അറിയിക്കാതെ എടുത്തുകൂടെ എന്ന് യാമിനി ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ പറ്റില്ല യാമിനി, ക്യാഷിന്റെ ടേബിളിലുള്ളത് ഷേർലിയാ. 1 രൂപയ്ക്ക് പോലും കണക്ക് എഴുതി വെക്കും. എല്ലാ വീക്കെൻഡിലും അക്കൗണ്ട്സിൽ അതെല്ലാം വെരിഫൈ ചെയ്യുന്നത് അഞ്ജലിയാ. അതിനു മുമ്പ് മാനേജർ സേവ്യറിന്റെ ഒരു കണക്കെടുപ്പും ഉണ്ട്. അതുകൊണ്ട് 10 രൂപ പോലും കണക്കില്ലാതെ എടുക്കാൻ പറ്റില്ല. യാമിനി ചോദിക്കും, പിന്നെ ഇതെങ്ങനെ എടുത്തത്? കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന സമയമാണ് ഞാൻ ഓഫീസിലേക്ക് ചെന്നത്. അന്നേരം ഡ്രോയറിലുണ്ടായിരുന്ന 50,000 രൂപ ഞാൻ ഇങ്ങെടുത്തു. സ്റ്റാഫുകൾ എല്ലാവരും കണ്ടു നിൽക്കുമായിരുന്നു എന്ന് യാമിനി ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, അല്ലെന്നേ, ക്ലോസിംഗ് സമയമാകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോവും. ഷേർലിയും സേവ്യറും മാത്രമേ അന്നേരം അവിടെ ഉള്ളായിരുന്നു. ബില്ലോ വൗച്ചറോ എഴുതാതെ ക്യാഷ് എടുക്കരുതെന്ന് പറഞ്ഞു. യാമിനി പറയും, പോയി പണി നോക്കാൻ പറഞ്ഞൂടായിരുന്നു നന്ദൂസെ, ഇത് നന്ദൂസിനും കൂടി അവകാശപ്പെട്ടതല്ലേ. നന്ദൻ പറയും, അങ്ങനെ അവകാശം ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കോടികളുടെ ബിസിനസ് ഉണ്ടാക്കിയെടുത്തത് വേണുവേട്ടനാ. മെറ്റീരിയൽ എക്സ്പോർട്ട് ഒക്കെ തുടങ്ങിയത് മനുവാ. അവരുടെ 2 പേരുടെ അധ്വാനവാ നമ്മളുടെ കമ്പനിയുടെ വളർച്ച. അവകാശം പറയാൻ പാകത്തിന് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. യാമിനി പറയും, നന്ദൂസെ, ഈ ചിന്തയാ കുഴപ്പം. നന്ദൂസിന്റെ അച്ഛനായിട്ട് വാങ്ങിയ 50 സെന്റ് സ്ഥലത്തിലല്ലേ നമ്മളുടെ ഓഫീസ് ഇരിക്കുന്നത്. ആ 50 സെന്റ് സ്ഥലം നന്ദൂസിനും കൂടി ഉള്ളതല്ലേ? നന്ദൻ പറയും, അതെ, എന്നാലും. യാമിനി പറയും, ഒരെന്നാലും ഇല്ല, ബേസ്മെന്റ് ഉണ്ടെങ്കിലേ മുകളിലേക്ക് പണിയാൻ പറ്റൂ. നമ്മുടെ കമ്പനി ഓഫീസിന്റെ അടിത്തറ കെട്ടിയേക്കുന്നത് നന്ദൂസിനും കൂടി അവകാശപ്പെട്ട പ്രോപ്പർട്ടിയില്ല. ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. നന്ദൂസിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെന്ന് നന്ദൻ പറയും. അപ്പോൾ എൻ്റെ കൂടെ സ്വത്തിലാണ് കോടികളുടെ ബിസിനസ് നടത്തുന്നത് അല്ലേ? യാമിനി പറയും, അതെ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കളയരുത്. നന്ദൻ പറയും, ഇല്ല, അതോടെ ചോദ്യങ്ങൾ നിൽക്കുമല്ലേ? യാമിനി പറയും, നിൽക്കരുത്, ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേ ഇരിക്കണം, നന്ദൂസിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഇരിക്കണം. പതിയെ മതി, അവകാശ തർക്കത്തിലേക്ക് സാവകാശം കൊണ്ടുവന്നാൽ മതി. യാമിനി പറയുന്നതെല്ലാം മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പോവാനാണ് നന്ദന്റെ തീരുമാനം. സൂര്യ അറിഞ്ഞ കാര്യങ്ങളെല്ലാം പിള്ളേച്ചനോട് വന്ന് പറയും, എന്റെ അച്ഛനെ കൊന്നവരോട് എനിക്ക് കണക്ക് ചോദിക്കണം. പിള്ളേച്ചൻ ചോദിക്കും, എങ്ങനെ? വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു ആക്സിഡന്റ് കേസാന്നും പറഞ്ഞ് എഴുതി തള്ളിയതാ, നിയമം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൂര്യ പറയും, എൻ്റെ അച്ഛനെ കൊന്ന കേസ് നിയമം വഴി പോവണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം, നിയമം എനിക്ക് വേണ്ടി എഴുതിയാൽ മതി, പകരം വീട്ടുന്നത് ഞാനായിരിക്കും. പിള്ളേച്ചൻ പറയും, നീ ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, വേണു കൊന്നതാണോ കൊല്ലിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല, എല്ലാം ഒരു ഊഹം മാത്രവാ. സൂര്യ പറയും, ഊഹമൊന്നും അല്ല പിള്ളേച്ച, എനിക്കിപ്പോ എല്ലാ കാര്യവും വ്യക്തമായിട്ടുണ്ട്. അച്ഛനെ കൊന്നതിന്റെ കുറ്റബോധത്തിലായിരിക്കും ഈ മകനെ സംരക്ഷിക്കുന്നത്. പിള്ളേച്ചൻ പറയും, എല്ലാത്തിനും തെളിവുകളാണ് ആവശ്യം പ്രകാശ, അല്ലാതെ ഒന്നും ഉറപ്പിക്കണ്ട. സൂര്യ പറയും, ഒന്നും ഉറപ്പിക്കുന്നില്ല, പക്ഷെ സത്യം ഞാൻ കണ്ടുപിടിക്കും. ഇത്രയും നാളും അഞ്ജലിയായിരുന്നു എന്റെ മനസ്സിൽ. ഇനി അങ്ങോട്ടുള്ളതെല്ലാം സത്യമാണെങ്കിൽ ആ ചോരയ്ക്ക് കണക്ക് പറയിക്കും ഞാൻ, ആ കുടുംബത്തെ കൊണ്ട് മുഴുവൻ. എന്തിനും കൂടെ കാണുമെന്ന് പിള്ളേച്ചൻ വാക്കു കൊടുക്കും. മനു അവന്റെ റൂമിൽ ഇരിക്കുമ്പം മൈഥിലി 1 ഗ്ലാസ് പാലും കുറച്ച് ഫ്രൂട്ട്സുമായിട്ട് അങ്ങോട്ട് വരും. മനുവിന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണ് മുറിയിലേക്ക് കയറുന്നത്. എന്താ രാത്രിയിലെന്ന് മനു ചോദിക്കുമ്പം മൈഥിലി പറയും, അതിന് ഒരുപാട് രാത്രിയൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെന്താ? മനു പറയും, അസമയവാ, അതുകൊണ്ട് ചോദിച്ചതാ. പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിൽ ആ സമയത്തിന് എന്താ പ്രശ്നം? മനു പറയും, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ, തികച്ചും പ്രൈവസി ആഗ്രഹിക്കുന്ന സ്ഥലം, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നല്ലേ മനുവേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ഇവിടെ കടക്കാൻ വന്നൊന്നും അല്ല.
പെട്ടെന്ന് ഇറങ്ങി പൊക്കോളാന്നും പറഞ്ഞ് പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെക്കും. മൈഥിലി കട്ടിലേക്ക് ഇരിക്കുമ്പോൾ മനു എഴുന്നേക്കാൻ തുടങ്ങും. മൈഥിലി അവന്റെ തോളിൽ കൈവച്ച് അവിടെ തന്നെ ഇരുത്തും. ദേഷ്യം വന്ന് മനു മൈഥിലിയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. എഴുന്നേക്കണ്ട, അവിടെ ഇരിക്കുന്നു പറയുമ്പം മനു ചോദിക്കും, എന്താ മൈഥിലി ഇത്, സ്വാതന്ത്ര്യം അമിതമായി പോകുന്നുണ്ട്. അവള് പറയും, ഞാൻ വഴക്കിന് വന്നില്ലല്ലോ, സ്നേഹം കൊണ്ടുള്ള സ്വാതന്ത്ര്യമല്ലേ, നിനക്കിപ്പോ എന്താ വേണ്ടേന്ന് മനു ചോദിക്കും. ചേച്ചി എനിക്ക് വേണ്ടി കട്ട് ചെയ്ത ഫ്രൂട്ട്സാ, ഇത് മനുവേട്ടനും കൂടി തരണമെന്ന് തോന്നി, കൂടെ ഒരു ഗ്ലാസ് പാലും എടുത്തു. മനു പറയും, എനിക്കിതൊന്നും ശീലമില്ല, ഞാൻ ആഹാരം കഴിച്ചതാ. മൈഥിലി പറയും, അത് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കൊണ്ടുവന്നതല്ലേ, 2 പീസെങ്കിലും കഴിക്കണമെന്നും പറഞ്ഞ് ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് മനുവിന് കൊടുക്കും. മനുവിന്റെ വായിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. മനു പറയുന്നുണ്ട്, വേണ്ട ഞാൻ കഴിച്ചോളാന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കഴിക്കും. ഒരു കഷ്ണം കൂടി എടുത്തു കൊടുക്കുമ്പോൾ മനു പറയുന്നുണ്ട്, വേണ്ട കൊണ്ടുവന്നുകൊണ്ട് കഴിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ശരി പാല് കുടിക്കുന്നു പറയുമ്പോൾ മനു പറയണ്ട, എനിക്ക് ആ ശീലമൊന്നുമില്ല. അവള് പറയും, എന്നാലും കുറച്ച് കുടിക്കുന്നു പറഞ്ഞ് എടുത്ത് കൊടുക്കും. വേറെ വഴിയില്ലാതെ മനു കുറച്ച് പാല് കുടിക്കും, മതിയെന്ന് പറയും. ആ സമയം അഞ്ജലി മുറിയിലേക്ക് വരുന്നുണ്ട്. മൈഥിലി പറയും, മനുവേട്ടന് വേണ്ടെങ്കിൽ ബാക്കി ഞാൻ കുടിച്ചോളാം, ഇങ്ങനെയെങ്കിലും എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങുമ്പോൾ മൈഥിലിന്ന് ദേഷ്യത്തോടെ അഞ്ജലി വിളിക്കും. പെട്ടെന്ന് തന്നെ മൈഥിലി ചാടി എഴുന്നേക്കും. എന്താടി നിനക്ക് എൻ്റെ ബെഡ്റൂമിൽ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മൈഥിലി പറയും, അത് പിന്നെ ഞാൻ പാല്. ദേഷ്യം വന്ന അഞ്ജലി ആ പാൽ ഗ്ലാസ് വാങ്ങി നിലത്തെറിയും. ഈ സമയം റൂമിന്റെ പുറത്ത് യാമിനി നിപ്പുണ്ട്. എന്താ അഞ്ജലി ഈ കാണിക്കുന്നത്? അവള് പറയും, കാണിക്കുന്നത് ഞാനല്ലല്ലോ നിങ്ങളല്ലേ, ഞാൻ വെറും കാഴ്ചക്കാരിയല്ലേ. മനു പറയും, നീ എന്ത് കണ്ടെന്നാ, കുറച്ച് ഫ്രൂട്ട്സും പാലുമായിട്ട് ഇവൾ ഈ മുറിയിലേക്ക് വന്നു, വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ. അഞ്ജലി പറയും, കേക്കില്ല, കേക്കിന്റെ രീതിയിൽ പറയാൻ മനൂട്ടൻ അറിയില്ല. ബെഡ്റൂമിൽ കയറി വരാനും അടുത്തിരിക്കാനും ധൈര്യം കാണിച്ചത് മനൂട്ടൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ടാ. അവള് പറയും, അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ, എന്റെ മനസ്സ് ശുദ്ധവാ, ആത്മാർത്ഥത കൊണ്ടാ ഞാൻ. അഞ്ജലി പറയും, നീ മിണ്ടിപ്പോവരുത്, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ, മൂന്നാമതൊരാള് ഇവിടെ ആത്മാർത്ഥത വിൽക്കാൻ വരണ്ട. മൈഥിലി പറയും, നീ ഇപ്പൊ എന്നെ അധിക്ഷേപിച്ചതിന് നീ എന്നോട് വന്ന് മാപ്പ് പറയും, പട്ടിയെ പോലെ നീ നിന്ന് മോങ്ങും. അഞ്ജലി പറയും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ ഈ ഫാനില് കെട്ടി തൂങ്ങി തീരും ഞാൻ. മനു ചോദിക്കും, എന്തൊക്കെ അഞ്ജലി നീ പറയുന്നത്, അതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ മനസ്സ് മുറിപ്പെട്ടു പോയി മനൂട്ടാ, ഞാനൊരു ഭാര്യയാ, എന്റെ കിടപ്പ് മുറിയില് എന്റെ ഭർത്താവിന്റെ കൂടെ മറ്റൊരു സ്ത്രീയെ കാണാൻ പാടില്ല, ഞാൻ ഇവിടെ കൂട്ടുകിടക്കാൻ വന്നൊന്നും അല്ലാന്ന് മൈഥിലി പറയുമ്പം അഞ്ജലി പറയും, നീ ഒന്ന് വന്നു നോക്ക്, അന്ന് നീ വിവരം അറിയും. മതി മതി പറഞ്ഞത്, മൈഥിലി നീ ചെല്ലുന്ന മനു പറയും. അഞ്ജലി പറയും, പറഞ്ഞല്ലോ കേട്ടത്, ഇറങ്ങി പോടിയെന്നും പറഞ്ഞ് ആ പ്ലേറ്റും കൂടി എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. യാമിനി അവിടുന്ന് പോകും. മൈഥിലി അഞ്ജലിയോട് പറയും, ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇപ്പൊ നീ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടു, ഓർത്തു വെച്ചോ, നാളെ നീ ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടി വരും. അതും പറഞ്ഞ് മൈഥിലി പോവും. മൈഥിലി എന്നാലും അഞ്ജലിയെ ഇങ്ങനെ വെല്ലുവിളിക്കുമെന്ന് വിചാരിച്ചില്ല, അതും മനുവിന്റെ മുമ്പിൽ വെച്ച്. എന്നിട്ട് പോലും മനു മിണ്ടാതെ നിന്നു. അത് മനുവിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു മോശം പ്രവൃത്തി തന്നെയാണ്. മൈഥിലി ദേഷ്യത്തോടെയാണ് യാമിനിയുടെ മുറിയിലേക്ക് വരുന്നത്. അഞ്ജലിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തന്നെ മൈഥിലിയും യാമിനിയും കൂടി ചേർന്ന് പ്ലാൻ ഇടും. ഇനി എന്തൊക്കെ വന്നാലും മനുവിനെ സ്വന്തമാക്കണം തന്നെ മൈഥിലിയും തീരുമാനിക്കും. യാമിനി അതിനെല്ലാം സപ്പോർട്ടും ചെയ്ത് കൂടെ തന്നെ നിൽക്കും. യാമിനി പറയുന്നുണ്ട്, മനുവിനെ നീ നിന്റെ സാരി തുമ്പിൽ കെട്ടിയിടണം, ഇവിടുത്തെ സകല സ്വത്തുക്കളോടും ആഗ്രഹമല്ല ആർത്തി ഉണ്ടാവണം നിനക്ക്. മൈഥിലി പറയും, സ്വത്തും പണവും ഒന്നും കിട്ടിയില്ലേലും വേണ്ടില്ല, ഇനി മനുവേട്ടനെ എനിക്ക് വേണം, അത് അഞ്ജലിയോടുള്ള വാശിയാ. ഇന്ന് അവൾ എന്നെ ആ മുറി ഇറക്കി വിട്ടില്ലേ, അതുപോലെ അവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടും. ഇനി അതാണ് എന്റെ ലക്ഷ്യം, ഇറക്കി വിട്ട മുറിയിൽ അധികാരത്തോടെ ഇരിക്കണം, മനുവേട്ടന്റെ ഭാര്യയായിട്ട്. അഞ്ജലി പൊട്ടിയ ചില്ല് ഗ്ലാസ് ഒക്കെ പെറുക്കിയെടുക്കുകയാണ്. മനു പറയും, വികാരം കൊണ്ടല്ല വിവേകം കൊണ്ട് നിയന്ത്രിക്കണം മനസ്സിനെ, മനസ്സിന് അടക്കമില്ലാത്തതാ നിന്റെ കുഴപ്പം. അഞ്ജലി പറയും, എന്നിൽ നിന്ന് ഇത്ര അടക്കമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, ഞാനൊരു ഭാര്യയാ, മനൂട്ടൻ കെട്ടിയ ഈ താലി എന്റെ കഴുത്തെ കിടക്കുന്നിടത്തോളം എനിക്ക് അവകാശപ്പെട്ടതാ മനൂട്ടൻ, ആ അവകാശത്തിലേക്ക് അധികാരത്തോടെ വന്നു കയറാൻ ഒരുത്തിയും ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ എന്റെ ഭർത്താവിനെ സ്നേഹിക്കാനും പരിചരിക്കാനും ഒരു പെണ്ണും ഇങ്ങോട്ട് കയറി വരണ്ട. മനു പറയും, ഇത് തികച്ചും ബാലിശമായ നിന്റെ ചിന്താഗതിയാ, നീ ഈ കാണിക്കുന്നതിന്റെ ഒക്കെ അർത്ഥം നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാന്ന് തന്നെയാ. ഇത് വിശ്വാസത്തിന്റെ ഒന്നും പ്രശ്നമല്ല മനൂട്ടാ, എന്റെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള മൈഥിലിയുടെ കടന്നുകയറ്റവാ, അത് ഞാൻ സമ്മതിക്കില്ല. മനു ചോദിക്കും, ഒരു പെൺകുട്ടി ആഹാരം കൊണ്ട് തരുന്നതാണോ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം? എനിക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അഞ്ജലി പറയും, മനൂട്ടന് തോന്നില്ല, അത് മനൂട്ടന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് തന്നെയാ. പക്ഷെ മനൂട്ടന് തോന്നുന്നുണ്ടോ മൈഥിലിയുടെ മനസ്സ് ശുദ്ധമാണെന്ന്? അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആഹാരം കൊണ്ടു കൊടുക്കുന്നതൊന്നും ഒരു തെറ്റായിട്ട് പറയുന്നില്ല, പക്ഷേ മനു കുടിച്ച ബാക്കി പാല് മൈഥിലി കുടിക്കാൻ ശ്രമിച്ചപ്പം പോലും മനു അതിനെ എതിർക്കുകയോ തടയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ അത്ര ശരിയാന്ന് തോന്നുന്നില്ല. കാരണം മൈഥിലിയുടെ ഇടപെടൽ കാണുമ്പോൾ തന്നെ മനുവിന് മനസ്സിലാവും മൈഥിലി അവനോട് അടുക്കാൻ ശ്രമിക്കുന്നതാണ്. സൂര്യ ഇനി മനുവിൻ്റെ വീട്ടിലുള്ളവരെല്ലാം ശത്രുസ്ഥാനത്താണ് കാണുന്നത്. അവൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് കാരണമായ വേണുവിനോട് അവൻ എങ്ങനെ പ്രതികാരം ചെയ്യുമെന്നൊക്കെ വരുന്ന എപ്പിസോഡിൽ അറിയാം.